നമസ്കാരം. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കഴിഞ്ഞ ശനിയാഴ്ച തുടങ്ങിയ ഇറാൻ ഇൻവാഷൻ ഇന്ന് 8ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അത് 7 ദിവസം പൂർത്തിയാക്കി. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലിനോടും അമേരിക്കയോടുമാണോ അതോ ഗൾഫ് രാജ്യങ്ങളോടാണോ എന്ന് സംശയം തോന്നത്തക്ക രീതിയിലാണ് ഇറാൻ്റെ പ്രതികരണം വരുന്നത്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും നേരെ നടത്തുന്ന ആക്രമണങ്ങളിൽ എത്രയോ ഇരട്ടിയാണ് ഗൾഫ് രാജ്യങ്ങളുടെ നേരെ, GCC രാജ്യങ്ങളുടെ നേരെ ഇറാൻ നടത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളുമാണ് GCC രാജ്യങ്ങളുടെ നേരെ ഇപ്പോൾ ഇറാൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിനും അമേരിക്കയ്ക്കും നേരെ ആക്രമണമില്ലാത്ത സ്ഥിതിക്ക് ഈ രാജ്യങ്ങൾക്ക് ഇത് വളരെ ഇഫക്റ്റീവായി ഇതിനെ ഫേസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പം ഗൾഫ് രാജ്യങ്ങളുടെ തന്നെ ഇത്തരം പ്രൊജക്ടൈൽസിന് നേരെയുള്ള അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടാതെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രതിരോധ സംവിധാനങ്ങളും വളരെ ആക്റ്റീവാണ് ഇത് ഗൾഫ് രാജ്യങ്ങളിൽ പതിക്കാതിരിക്കുവാൻ. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ വന്ന 90%, 95% പ്രൊജക്ടൈൽസ്, അത് ഡ്രോണുകളായിക്കോട്ടെ, മിസൈലുകളായിക്കോട്ടെ, ഈവൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇൻ്റർസെപ്റ്റ് ചെയ്യുവാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. കാരണം അത് നമുക്കറിയാവുന്ന ഒരു അറ്റ്മോസ്ഫിയറിന് പുറത്തേക്ക് പോയിട്ട് താഴോട്ട് വീഴുന്ന സാധനമാണ്. അപ്പോൾ അതിന് ഭയങ്കര വെലോസിറ്റിയാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന സംഗതിയിൽ ഒരു ഫ്രീ ഫോളാണ്, ഭയങ്കര ശക്തിയിലാണ് താഴോട്ട് വരിക. അപ്പോൾ അത്രയും വെലോസിറ്റിയുള്ള ഒരു സംഗതിയെ ഇൻ്റർസെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് പിടിച്ച കാര്യമായതുകൊണ്ട് അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ചത്. അപ്പോൾ അതടക്കം ബാലിസ്റ്റിക് മിസൈൽ അടക്കം പ്രയോഗിച്ചിട്ടുണ്ട്. ഈ മിസൈലുകളടക്കം പ്രത്യേകിച്ചും സൗദി അറേബ്യയിലെ രാജാവിൻ്റെ പേഴ്സണൽ എയർപോർട്ടിന് നേരെ അടക്കം ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദുബായ് എയർപോർട്ടിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഖത്തറിലെ എയർപോർട്ടിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പം ജനറൽ ആയിട്ടുള്ള കമേഴ്സ്യൽ ഫ്ലൈറ്റുകളുടെ നേരെ, അല്ലെങ്കിൽ കമേഴ്സ്യലായിട്ടുള്ള സ്ഥാപനങ്ങളുടെ നേരെയൊക്കെയാണ്. മിലിറ്ററി സ്ഥാപനങ്ങളെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നത്, കമേഴ്സ്യലായിട്ടുള്ള സ്ഥാപനങ്ങളെയും സാധാരണക്കാരെയും ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഇറാൻ ആക്രമണം സംഘടിപ്പിക്കുന്നത്. ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ ഇറാൻ ഒമാനെ ടാർഗറ്റ് ചെയ്തെങ്കിലും അതിനുശേഷം ഒമാനെ ഏകദേശം ഫ്രീ ആക്കി വിട്ട രീതിയാണ് കാണുന്നത്. പിന്നീട് ഒമാനിലേക്ക് ആക്രമണങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ട്, ഈ മിലിറ്ററി ലീഡർഷിപ്പും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും തമ്മിൽ ഒരു കോർഡിനേഷൻ ഇല്ലാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ഏതെങ്കിലും തരത്തിൽ മിലിറ്ററി ലീഡർഷിപ്പിനെ ബന്ധപ്പെടാൻ സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ ഒമാന് നേരെയുള്ള ആക്രമണങ്ങൾ നിർത്തിയത് എന്ന് വേണം വിചാരിക്കാൻ. ഏതൊക്കെയാലും സൗദി അറേബ്യയ്ക്ക് നേരെ ഇന്നലെയും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ സൗദി അറേബ്യ പാകിസ്ഥാനുമായി സംസാരിക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ വഴി ഇറാനെ സ്വാധീനിച്ച് എങ്ങനെയെങ്കിലും ഈ ആക്രമണങ്ങൾ നിർത്തിക്കാൻ കഴിയുമോ എന്നായിരിക്കാം ഒരുപക്ഷെ അവർ ശ്രമിക്കുന്നത്. പാകിസ്ഥാനുമായി സൗദി അറേബ്യ സംസാരിച്ചതായി വാർത്തകളുണ്ട്. ഇസ്രായേലിലേക്ക് ഇന്നലെ 5 ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അപ്പം ഇത് ചെയ്യുന്നത് ഒന്നിച്ചല്ല, ഓരോരോ ബാലിസ്റ്റിക് മിസൈലുകളാണ് അയക്കുന്നത്. നിശ്ചയമായും അത് ഇസ്രായേൽ ഇൻ്റർസെപ്റ്റ് ചെയ്യും എന്നുള്ളത് അയക്കുന്നവർക്ക് നല്ല ഉറപ്പാണ്. ഇറാനെ സംബന്ധിച്ച് 100% ഉറപ്പാണ്. അങ്ങനെ ഓരോ ബാലിസ്റ്റിക് മിസൈലൊന്നും അയച്ചിട്ട് അത് ഇസ്രായേൽ വീഴ്ത്താൻ കഴിയില്ല. അവരുടെ ബഞ്ച് ഓഫ് മിസൈൽസ് 100, 1000 എന്നൊക്കെ പറഞ്ഞ് അയക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമാണ് ഏതെങ്കിലും ഒരെണ്ണത്തിന് തോരനകത്ത് കയറാൻ പറ്റുക. അപ്പോൾ അത് സാധിക്കാത്ത നിലയിൽ ഇവർ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുന്ന ഒരു ഗ്യാപ്പ് ഇട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. അവർ ആ സമയത്ത് സൈറൺ മുഴങ്ങും, ആളുകളെല്ലാം കൂടി പിന്നെ അണ്ടർഗ്രൗണ്ട് ബങ്കറിലേക്ക് പോകും. കഷ്ടി ബങ്കറിൽ നിന്ന് പുറത്തിറങ്ങി ഉടനെ അടുത്തത് വരും, ഉടനെ സൈറൺ മുഴങ്ങും, വീണ്ടും ബങ്കറിൽ പോകും. അപ്പോൾ ഈ ഒരു ന്യൂയിസൻസ് ക്രിയേറ്റ് ചെയ്യുക, ആളുകളുടെ ഇടയിൽ യുദ്ധത്തോട് വെറുപ്പുണ്ടാക്കുക, അവരുടെ സാധാരണ ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് യുദ്ധത്തോട് വെറുപ്പുണ്ടാകുന്നു. അങ്ങനെ അവർ ഗവൺമെൻറ്റിനെ നിർബന്ധിക്കുന്നു. കാരണം അവിടെയൊക്കെ മനുഷ്യരോട് പ്രതിബദ്ധതയുള്ള ഗവൺമെൻറ്റാണ് നിലവിലുള്ളത്. ഇറാനിലെ പോലത്തെ ഗവൺമെൻറ് അല്ല നിലവിലുള്ളത്. ആളുകൾ ബഹളം കൂട്ടി കഴിഞ്ഞാൽ ഗവൺമെൻറ് റെസ്പോണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇറാനിൽ പിന്നെ അങ്ങനെയല്ല, ബഹളം കൂട്ടി കഴിഞ്ഞാൽ അവൻ്റെ തലവെട്ടി കളഞ്ഞാൽ മതി. അപ്പം ഈ ആളുകളെ കൊണ്ട് എതിർപ്പ് സംഘടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപകടങ്ങൾ ഉണ്ടാക്കാൻ അവരെ കൊണ്ട് സാധിക്കരുതെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇനി അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ശല്യങ്ങൾ ഉണ്ടാക്കുക എന്നാണ്. ഡ്രോണുകളും അതിൻ്റെ ഇടയിലൂടെ ഓരോന്നോരോന്ന് ഇങ്ങനെ തേടി വരുന്നുണ്ട്. അപ്പം ഡ്രോണുകൾക്കെതിരെ ഈവൻ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പകരം എയറിൽ നിന്നുള്ള വേറെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ അയച്ച് അതിനെ പ്രതിരോധിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കാരണം ഭയപ്പെടാനുള്ള സിറ്റുവേഷൻ കഴിഞ്ഞു എന്നുള്ള നിലയിലേക്ക്. കാരണം ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ എന്നൊക്കെ പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി, കോടിക്കണക്കിന് രൂപ ചിലവ് വരുന്ന കാര്യമാണ്. അപ്പോൾ അതിനെയൊക്കെ ലിമിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് ഈ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഈ 1-2 ദിവസമായിട്ട് ഒരു സ്റ്റഡിലി ഗോയിങ് ഡൗൺ. അവരുടെ മിസൈൽ ലോഞ്ചേഴ്സൊക്കെ ഏതാണ്ട് നല്ലൊരു ശതമാനത്തോ 90% ഡൗൺ ആയിപ്പോയി. അതുപോലെ ഈ ഡ്രോണുകൾക്ക് ഒരു ചെറിയ റൺവേ വേണം പറന്നു പോകുന്നതാണെന്നുണ്ടെങ്കിൽ. ആ റൺവേകളൊക്കെ, ഓരോ കുഞ്ഞു റൺവേകൾ പോലും
ഇങ്ങനെ ഇസ്രായേൽ നോക്കി ബോംബ് ചെയ്ത് പോകണം. ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ജോലികളെന്ന് പറയുന്നത് ഈ മിസൈൽ ലോഞ്ചിങ് സംവിധാനങ്ങളും അതുപോലെ ഈ ഡ്രോണുകൾക്ക് ടേക്ക് ഓഫിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞ് റണ്ണിങ് പ്ലാറ്റ്ഫോംസും ഒക്കെ തകർക്കുക, അതുപോലെ അവരുടെ മദർ റെജീമിൻ്റെ തലസ്ഥാനങ്ങൾ തകർക്കുക, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് തകർക്കുക, ഇങ്ങനെയൊക്കെയുള്ളതാണ്. നേരെ മറിച്ച് അമേരിക്ക കോർഡിനേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ മിസൈൽ ഡിഫൻസിലാണ് പ്രധാനമായിട്ട്. അവിടെ നിന്നുള്ള മിസൈൽ ഡിഫൻസിൽ ഈ ഗൾഫ് രാജ്യങ്ങളുടെ നേരെയുള്ള മിസൈൽ ഡിഫൻസാണ് അമേരിക്ക പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന കാര്യം. ഇറാൻ്റെ ഉള്ളിൽ വലിയ സൈറ്റുകൾ ബോംബ് ചെയ്യുന്ന ജോലി, അതായത് അണ്ടർഗ്രൗണ്ട് മിസൈൽ സ്റ്റേഷൻസ് ബോംബ് ചെയ്യാം, അതുപോലെ എയർപോർട്ടുകളിൽ വലിയ തരത്തിലുള്ള ബോംബിങ്, ചെറിയ തരത്തിലുള്ള ബോംബിങ് നടത്തുന്ന ഇസ്രായേലാണ്, വലിയ തരത്തിലുള്ള ബോംബിങ് നടത്തുക, വലിയ ഹെവി ബോംബേഴ്സ് ഉപയോഗിച്ചുള്ള ബോംബിങ്, അതാണ് അമേരിക്ക ചെയ്യുന്ന ഡ്യൂട്ടി. കൂടാതെ അവരുടെ ടോമോഹാക്ക് മിസൈലുകൾ ഉപയോഗിച്ച് വളരെ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കുകളും അവർ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പം ഒരു ഡിവിഷൻ ഓഫ് ലേബറുണ്ട് ഇവരുടെ ഇടയിൽ. ആരെന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് രണ്ടുപേരും തമ്മിൽ നല്ല കോർഡിനേഷൻ ഉണ്ട്. കൂടാതെ ഒരു പ്രത്യേക തരത്തിലുള്ള AI സംവിധാനം US ഫോഴ്സ് ഉപയോഗിക്കുന്നതായി പറയുന്നു. AI സംവിധാനം ഇത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നൂറുകണക്കിന് ഇൻഫർമേഷൻ ഒന്നിച്ചു വരുന്ന സമയത്ത് ഏത് സ്ഥലത്താണ് ആദ്യം ആക്രമിക്കേണ്ടത്, ഏത് തരത്തിലുള്ള വെപ്പണാണ് ഉപയോഗിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ ഹ്യൂമൻ ഡിസിഷന് സമയമെടുക്കും. അങ്ങനെ സമയമെടുക്കുന്നതിന് മുൻപ് അത് തീരുമാനം എടുക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സാധിക്കും. അപ്പോൾ അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച്, ഞാൻ പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൻ്റെ പേര് മറന്നുപോയി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചാണ് US-ൻ്റെ ഒരു ക്ലോഡ് സിസ്റ്റം എന്നിട്ടാണ് അതിൻ്റെ പേര്, ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന ഈ യുദ്ധം കോർഡിനേറ്റ് ചെയ്യുന്നത് എന്നും വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും ശരി, ഇപ്പോഴ് അമേരിക്കയും ഇസ്രായേലും അവരുടെ ഒഫൻസ് വളരെയേറെ വർദ്ധിപ്പിക്കുകയാണ്. US-ൻ്റെ 2 വിമാനവാഹിനി കപ്പലുകൾ കൂടി സൂയസ് കനാൽ ക്രോസ് ചെയ്യുന്നതായി വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അവരും ഈ ഇന്ത്യൻ ഓഷനിലേക്ക് വരികയാണ്. അറ്റാക്ക് കൂടുതൽ കടുപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. റോയൽ എയർഫോഴ്സിൻ്റെ ഫെയർഫോർഡ് എന്ന് പറയുന്ന എയർഫീൽഡുണ്ട്, റോയൽ എയർഫോഴ്സിൻ്റെ ഫെയർഫോർഡ് എയർഫീൽഡ്, അത് ലണ്ടൻ്റെ അടുത്ത് തന്നെയാണ്. അവിടേക്ക് B-1 ലാൻസർ ബോംബറുകൾ പറന്നെത്തുന്നതായി വിവരം ലഭിക്കുന്നുണ്ട്. B-1 ലാൻസർ ബോംബർ B-2 ആണ് ഏറ്റവും ഹെവിയസ്റ്റ് ബോംബേഴ്സ്. പക്ഷേ B-1 ലാൻസർ എന്ന് പറഞ്ഞാൽ വളരെ വേഗത കൂടിയ ബോംബറുകളാണ്. അതിൻ്റെ തന്നെ വിങ് ടു വിങ് 50 മീറ്ററാണ് ഇതിൻ്റെ എക്സ്പാൻസ്, ഈ വിങ് ടു വിങ് എക്സ്പാൻസ്. അപ്പോൾ എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഫുട്ബോൾ കോർട്ടിൻ്റെ എക്സ്പാൻസ് ഉള്ള ഇതാണ്. അതിന് ഏകദേശം 25 ക്രൂസ് മിസൈലുകൾ ക്യാരി ചെയ്യാൻ സാധിക്കും, വലിയ ബോംബുകൾ ക്യാരി ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരം സാധനങ്ങൾ ഉപയോഗിച്ച് അത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ നമുക്കറിയാവുന്നതുപോലെ ഇറാൻ്റെ 3 ന്യൂക്ലിയർ സൈറ്റുകളാണ് കഴിഞ്ഞ 12 ഡേ വാറിൽ ബോംബ് ചെയ്ത് തകർത്ത് കളഞ്ഞിട്ടുള്ളത്. ഇറാൻ ഏതാണ്ട് 7 ന്യൂക്ലിയർ സ്റ്റേഷൻസ് ഉണ്ട്. അതിലെല്ലാ സ്ഥലത്തും എൻറിച്ച്മെൻറ്റ് സംഭവിക്കുന്നില്ല. എൻറിച്ച്മെൻറ്റ് നടത്തുന്ന സ്ഥലങ്ങളിലാണ് കഴിഞ്ഞ തവണ ആക്രമണം നടത്തിയത്. അപ്പം ആ എൻറിച്ച്മെൻറ്റ് നടത്താത്ത ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസും ബോംബ് ചെയ്ത് തകർക്കാനുള്ള ഉദ്ദേശങ്ങളോടെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്രയും വലിയ ബോംബേഴ്സ് ഇവിടേക്ക് എത്തുന്നത് എന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ ഈ ഇറാൻ്റെ ഒഫൻസ് വളരെ കുറഞ്ഞ നിലയ്ക്ക്, ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള റെസിസ്റ്റൻസ് വളരെ കുറഞ്ഞ നിലയ്ക്ക്, ഇറാൻ്റെ ഫ്ലൈറ്റുകളെയും അതുപോലെ മിസൈലുകളെയും ഒക്കെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഏതാണ്ട് തീർന്നു എന്ന നിലയ്ക്ക് ഇസ്രായേലും അമേരിക്കയും അവരുടെ ആക്രമണം കടുപ്പിക്കാനാണ് തീരുമാനിക്കുന്നത്. കാരണം അവർക്ക് ഡിഫെൻസ്ലെസ്സായി ഇറാൻ്റെ എയറിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും, ഭയമില്ലാതെ പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ എളുപ്പത്തിൽ ഡിസ്ട്രക്ഷൻ വാരി വിതറാൻ സാധിക്കും. അങ്ങനെ പൂർണ്ണമായ ഡിസ്ട്രക്ഷൻ ഇറാനിൽ അവരുടെ ഫെസിലിറ്റീസിന് വരുത്തിക്കൊണ്ട് ഒരു പരിപൂർണമായ സറണ്ടറാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. അപ്പം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് നെഗോസിയേഷനുള്ള ചെറിയ ചെറിയ ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ നെഗോസിയേഷൻ ഇല്ല. ഞാൻ ആദ്യത്തെ ദിവസങ്ങളിൽ നെഗോസിയേഷനുള്ള ചാൻസ് നിങ്ങൾക്ക് തന്നിരുന്നു, നിങ്ങളത് ചെയ്തില്ല. അതുകൊണ്ട് ഇനി നെഗോസിയേഷൻ വേണ്ട, ഇനി കംപ്ലീറ്റ് സറണ്ടർ, പരിപൂർണമായും കീഴടങ്ങി ഒരു പുതിയ ഭരണകൂടം കൊണ്ടുവരിക. അത് അമേരിക്ക കൂടി അംഗീകരിക്കുന്ന ഒരു ഭരണകൂടം മതി എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ട്രംപിനോട് സ്പെസിഫിക് ആയിട്ട് ചോദ്യം വന്നിട്ടുണ്ട്, ഈ മോജ്തബ ഖമനേയി, അതായത് ഖമനേയിയുടെ മകൻ ആയിരിക്കുമോ ഈ പുതിയ സിലക്ട് ചെയ്യാൻ പോകുന്ന നേതാവെന്ന് വെച്ചപ്പോൾ ഇല്ല, അയാൾ വേണ്ട, ഇതിനൊരു പിന്തുടർച്ച ആവശ്യമില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിന് ടെഹ്റാനിൽ നിന്ന് കൃത്യമായ ഉത്തരം വന്നിട്ടുണ്ട്. അത്തരം ഒരു പരിപൂർണമായ സറണ്ടർ എന്നൊരു കാര്യം ഞങ്ങളുടെ പരിഗണനയിലില്ല. മാത്രമല്ല ഇവിടെ അവരുടെ ഇത് അപ്പോയിൻ്റ് ചെയ്യാൻ വേണ്ടി എക്സ്പേർട്സിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ട്. ആ എക്സ്പേർട്സാണ് അവരുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അവർ പിന്തുടർച്ചയാണ് ആഗ്രഹിക്കുന്നത്. വിച്ച് മീൻസ് ദേ ആർ ഗോയിങ് ടു അപ്പോയിൻറ്റ് മോജ്തബ. പക്ഷേ ഇപ്പോൾ മോജ്തബയെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ എന്നോ അല്ലെങ്കിൽ ഈ 3 അംഗ സമിതി ഇലക്ട് ചെയ്യപ്പെട്ടവർ ഈ ഭരണത്തിലുണ്ടെന്നോ ഒന്നും യാതൊരു വാർത്തയും ഇറാനിൽ നിന്ന് വരുന്നില്ല. കാരണം ഇസ്രായേൽ ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്, കസേരയിൽ ആര് കയറിയിരിക്കുന്നു അന്ന് അവൻ്റെ തലയെടുക്കും എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയന്നിട്ട് ആരും ആ കസേരയിൽ ഇരിക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ്
അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഒരു നിഗമനം വരുന്നത്. അതുകൊണ്ട് ഇറാൻ ഇപ്പോൾ ഒരു ഭരണാധികാരി ഉള്ളതായിട്ട് നിലവിലില്ല. പെഷേസ്കിയാൻ പുറത്തുള്ള ആളുകളുമായി സംസാരിക്കുന്നുണ്ട്, അരാക്ചി സംസാരിക്കുന്നുണ്ട്. ഇറാൻ്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഇന്നലെ ഇന്ത്യയിലുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ ഇന്ത്യയിൽ വന്നതും ഇത്തരം ഒരു സമാധാന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. കാരണം ഒരു സമാധാന ശ്രമത്തിന് ഇപ്പോഴേ ഏറ്റവും പറ്റിയ രാജ്യം ഇന്ത്യയാണ്. കാരണം ഇസ്രായേലുമായിട്ടും US ഒക്കെ ഇന്ത്യക്ക് വളരെ നല്ല ബന്ധമാണുള്ളത്. അപ്പം അതുപോലെ തന്നെ ഇറാനുമായിട്ടും ഒരു റീസണബിൾ ആയിട്ടുള്ള ബന്ധം ഇന്ത്യക്കുണ്ട്. അപ്പോൾ രണ്ടുപേരുടെ ഇടയിൽ നിന്ന് സംസാരിക്കാൻ ഇന്ത്യക്ക് നിശ്ചയമായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നത് ഒരുപക്ഷെ ഒരു 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 മീഡിയേഷൻ ശ്രമത്തിന് സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടായിരിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഇറാൻ്റെ ഷിപ്പ് തകർന്ന കാര്യം നമുക്കറിയാം, ഇന്ത്യൻ ഓഷ്യനിൽ. ആ കൂട്ടത്തിൽ വേറെ 2 ഷിപ്പുകൾ കൂടി ഉണ്ടായിരുന്നു. അത് നേവൽ ഷിപ്പുകളുടെ അസിസ്റ്റിംഗ് ഷിപ്സാണ്, അത് നേവിയുടെ ഭാഗമല്ല അത്. അപ്പോൾ അത് പിന്നെ ഒരെണ്ണം ലങ്കയിൽ അഭയം പ്രാപിച്ച കാര്യം നമുക്കറിയാം. ഒരെണ്ണം നമ്മളുടെ ഇന്ത്യയുടെ പോർട്ടിൽ അഭയം പ്രാപിച്ചതായിട്ട്, കൊച്ചിയിൽ പോർട്ടിലാണെന്ന് തോന്നുന്നു, അഭയം പ്രാപിച്ചതായിട്ടും ന്യൂസുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് സംസാരിച്ചിട്ടില്ല. ഈ ലങ്കയിൽ ഈ വിമാനം എത്തുന്നതിന് മുമ്പ് തന്നെ ഇത് ഇന്ത്യയുടെ പോർട്ടിൽ കരക്കടുപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അത് റിപ്പയർ എന്നൊരു പേരിലാണ് അവർ വരിക. ഞങ്ങളുടെ ഷിപ്പിനൊരു കേടുണ്ട്, റിപ്പയർ ചെയ്യാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ കയറി അത് റിപ്പയറിന് വേണ്ടി അവിടെ എത്ര ദിവസം വേണം നിർത്താലോ, അങ്ങനത്തെ ഒരു സാമാന്യ മര്യാദകളുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ ആയിരിക്കണം. അതിൻ്റെ അർത്ഥം ഇതിനകത്ത് നമ്മൾ ഇറാൻ്റെ ഭക്ഷണം ചേർന്നുവെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ മാനുഷികമായ പരിഗണനകളുണ്ട്. റിപ്പയർ എന്ന് പറഞ്ഞൊരു ഷിപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഷിപ്പിനെ പോർട്ടിലേക്ക് സ്വീകരിക്കേണ്ടതുണ്ട്, അതിൻ്റെ പ്രോബ്ലം തീർത്തു കൊടുക്കേണ്ടതുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതങ്ങനെ നടക്കുന്നു. അപ്പം അൺകണ്ടീഷണൽ സറണ്ടർ, അതിനിടെ കൂടെ കുർദിഷ് ഫോഴ്സുകളെ താൻ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ട്രംപ് പറയുകയുണ്ടായി. അപ്പം ഈ ഇറാൻ ഇറാഖ് അതിർത്തിയുള്ള കുർദിഷ് ഫോഴ്സുകളെ താൻ ആക്ടിവേറ്റ് ചെയ്യുന്നു, ഉടൻ തന്നെ കരയുദ്ധം ആരംഭിക്കും എന്ന ഒരു പ്രസ്താവനയും ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇനി ഇസ്രായേൽ അവിടെ ചെയ്യുന്നത് ടെഹ്റാൻ എയർപോർട്ടിൽ ഇന്ന് അവരുടെ കൊമേഴ്ഷ്യൽ എയർപോർട്ടിൽ വലിയ ആക്രമണം നടന്നു, അവിടെ വലിയ തീ കാണുന്നുണ്ട് എന്നിപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകളുടെ നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, പ്ലെയിനുകൾ അവിടെ കിടന്ന് കത്തുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്, അതിൻ്റെ ഫോട്ടോസ് വരുന്നുണ്ട്. അതുപോലെ ഡ്രോണിൻ്റെയും മിസൈൽസിൻ്റെയും ടേക്ക് ഓഫ് ലോഞ്ചിങ് പാഡുകളൊക്കെ തകർക്കുന്ന കാര്യം നമ്മൾ ഇപ്പോൾ പറഞ്ഞു. കൂടാതെ അവർ ശരിക്കും ഇപ്പോൾ കൂടുതൽ യുദ്ധം ചെയ്യുന്നത് ലെബനോണിലാണ്. ഹിസ്ബുള്ള വളരെ ആക്റ്റീവായിട്ട് ഇസ്രായേലിനെതിരെ ആക്രമിക്കാൻ തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ലെബനോണിൻ്റെ ലതാനിയ റിവറിൻ്റെ തെക്കോട്ടുള്ള ഭാഗം അത് പൂർണ്ണമായിട്ടും ഒഴിപ്പിച്ച ഇസ്രായേലെ കൈയടക്കിയിരിക്കണം. അവിടെ ഒരു റെസിസ്റ്റൻസ് സംഘടിപ്പിക്കാൻ ഹിസ്ബുള്ളയ്ക്ക് ശേഷിയില്ല. ഇപ്പോൾ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ശേഷി അവർ പ്രധാനമായിട്ടും ലെബനോണിൻ്റെ വടക്ക് ഭാഗത്തേക്ക്, ഈവൻ ബെയ്റൂട്ടിൻ്റെയും വടക്ക് ഭാഗത്തേക്ക് മാറ്റിയിരിക്കുന്നു. അവിടെ കടുത്ത യുദ്ധം നടക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഇസ്രായേൽ അതിർത്തി ഇല്ല എന്നുള്ളതാണ്. അപ്പം ഇസ്രായേലിൻ്റെ പാരാട്രൂപ്പേഴ്സ് സിറിയയിൽ പോയി ഇറങ്ങിയിട്ട് അവിടുത്തെ ഭാഗങ്ങളിൽ സിറിയയുടെ റിബൽ ഫോഴ്സുകളുള്ള സ്ഥലമാണ്. സിറിയയിലെ റിബൽ ഫോഴ്സുകളുള്ള ആ ഏരിയയിൽ പാരാട്രൂപ്പേഴ്സ് പോയി ഇറങ്ങിയിട്ട് ലെബനോണിൻ്റെ ബാൽബെക് ഡിസ്ട്രിക്റ്റ് എന്ന് പറയും, അത് അങ്ങ് നോർത്തിലാണ്, ഇസ്രായേലിൽ അങ്ങ് അകലത്തിലാണ്. അപ്പോൾ ബാൽബെക് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വളരെ അടുത്താണ് ബെയ്റൂട്ട്. അപ്പം ബാൽബെക് ഡിസ്ട്രിക്റ്റിലൂടെ കരയുദ്ധം നടക്കുന്നതായി വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഹിസ്ബുള്ളയുടെ സ്ട്രോങ് ഹോൾഡാണ് ഈ ബാൽബെക് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാൽബെക് ഡിസ്ട്രിക്റ്റിൽ പോയി ഇസ്രായേൽ സേന നേരിട്ട് ഹിസ്ബുള്ളയുമായി ഏറ്റുമുട്ടി, ഗ്രൗണ്ട് ഫോഴ്സ് നേരിട്ട് ഏറ്റുമുട്ടി. അവിടെ നിന്ന് ലെബനോണിലേക്ക് ഗ്രൗണ്ട് ഫോഴ്സ് അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമമാണ്, അതായത് ലെബനോണിനെ പൂർണ്ണമായും കീഴടക്കാനുള്ള ശ്രമമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് എന്ന് വേണം വിചാരിക്കാൻ. ലെബനോൺ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കാളികളല്ല. അത് 3 വട്ടം ലെബനീസ് പ്രസിഡന്റ് എടുത്തു പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഹിസ്ബുള്ളയോട് നിങ്ങൾ അനങ്ങരുത് എന്നൊരു സൂചനയാണ് അദ്ദേഹം കൊടുത്തത്. നമ്മൾ അന്ന് തന്നെ ഇത് പറയുകയുണ്ടായി. അപ്പോൾ ഹിസ്ബുള്ള ഇറങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേൽ ഇതിനകത്ത് വന്നാൽ ഞങ്ങൾ തടയുകയില്ല എന്നൊരു ഒരു സൂചനയാണ് ലെബനീസ് പ്രസിഡന്റ് കൊടുത്തത്. ലെബനീസ് ഫോഴ്സ് ഇതിനകത്ത് ഇടപെടുന്നതേ ഇല്ല. ഇത് ഹിസ്ബുള്ളയും ലെബനോണിൻ്റെ മണ്ണിൽ വെച്ചാണ് യുദ്ധം നടക്കുന്നതെങ്കിലും ലെബനീസ് ഫോഴ്സ് ഇതിനകത്ത് ഒരു തരത്തിൽ ഇടപെടുന്നില്ല. ഈ ഇസ്രായേൽ ഫോഴ്സ് ഹിസ്ബുള്ളയെ കൊന്നൊടുക്കി മുന്നോട്ട് നീങ്ങുന്നതാണ് കാണുന്നത്. നമ്മളിന്നലെ പറഞ്ഞതുപോലെ അവരെ സംബന്ധിച്ച് സാക്രിഫിഷ്യൽ ഫൈറ്റാണ് എന്നവർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കൂടാതെ ബ്രിട്ടൻ്റെ റോയൽ എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റുകൾ സൗദി അറേബ്യയിലേക്ക് എത്തുന്നതായി വാർത്തകൾ വരുന്നുണ്ട്. സൗദി അറേബ്യ ബ്രിട്ടനോട് സഹായം ചോദിച്ചതായും അങ്ങനെ ബ്രിട്ടൻ സൗദി അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഹെലികോപ്റ്ററുകളും അതുപോലെ ചെറിയ യുദ്ധവിമാനങ്ങളും അയച്ചു കൊടുക്കുന്നതായും വാർത്തകൾ വരുന്നുണ്ട്. അപ്പം ബ്രിട്ടൻ ആക്റ്റീവായിട്ട് ഇതിനകത്തേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഈ ഇറാൻ നേവിക്ക് കുറച്ച് മുങ്ങിക്കപ്പലുകൾ ഉള്ളതായിട്ട് വാർത്തകളുണ്ട്. അത് ശരിയോ തെറ്റോ എന്നല്ല, 10ഓളം മുങ്ങിക്കപ്പലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. നമ്മൾ ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിലൊന്നും സെർച്ച് ചെയ്താൽ ഇറാന് മുങ്ങിക്കപ്പലുകൾ ഉള്ളതായിട്ട് നമുക്ക് രേഖകളില്ല. പക്ഷേ ഇറാന് 10ഓളം മുങ്ങിക്കപ്പൽ ഉണ്ടാകാൻ സാധ്യതകളുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ മുങ്ങിക്കപ്പലുകൾ ഉണ്ടെങ്കിൽ അത് നിശ്ചയമായും ഈ മുങ്ങിക്കപ്പലുകളാണ് യുദ്ധത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വെപ്പൺ എന്ന് പറയുന്നത്. ദ മോസ്റ്റ് ഡേഞ്ചറസ് വെപ്പൺ എന്ന് പറയുന്നത് മുങ്ങിക്കപ്പലുകളാണ്. അതിനെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും കടൽ കഴുകി പോകാൻ സാധിക്കും.
അതെവിടെയാണ് കിടക്കുന്നതെന്ന് ഒരു തരത്തിലും തിരിച്ചറിയാൻ പറ്റില്ല. അത് ഡീപ്പ് സീയിലൂടെ 300ഓളം മീറ്റർ താഴെ കൂടെയാണ് സഞ്ചരിക്കുക. എന്തായാലും ഹെവി ആയിട്ടുള്ള വെസൽസ് ഒന്നും അവർക്കില്ല. വളരെ മീഡിയമോ സ്മോളോ ആയിട്ടുള്ള മുങ്ങിക്കപ്പലുകൾ ഉണ്ടാവാൻ സാധിക്കും. പക്ഷേ ആ സ്മോൾ ആയിട്ടുള്ള മുങ്ങിക്കപ്പലുകൾക്ക് പോലും വലിയ ഭീഷണി സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പം നിശ്ചയമായിട്ടും അമേരിക്കയുടെ ഈ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് കടലിൽ കിടക്കുന്നതാണ്. അപ്പോൾ ടോർപിഡോസ് ഉപയോഗിച്ചതിനെ ആക്രമിക്കാൻ സാധിക്കും. ഇനി ഈ മുങ്ങിക്കപ്പലുകളിൽ നിന്ന് കരയിലേക്ക് ആക്രമണം സംഘടിപ്പിക്കാൻ സാധിക്കും. അതാണ് ഇവർ പറയുന്നത് ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രം ആക്രമിക്കും എന്നൊക്കെ തരത്തിലുള്ള ഭീഷണികൾ മുഴക്കുന്നത്. അപ്പം ഈ ഇറാൻ്റെ മുങ്ങിക്കപ്പലുകൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ ഹണ്ട് അമേരിക്കയും ഇസ്രായേലും നാറ്റോ നേഷൻസും നടത്തുന്നതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ മുങ്ങിക്കപ്പലുകൾ ഉണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും കാണാൻ സാധ്യതയുള്ളത് മെഡിറ്ററേനിയൻ സീയിൽ, പേർഷ്യൻ ഗൾഫിലില്ല. പേർഷ്യൻ ഗൾഫ് അരിച്ചു പെറുക്കിയിട്ടുണ്ട്, അതിനകത്ത് മുങ്ങിക്കപ്പലുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെയുള്ളത് ഇന്ത്യൻ ഓഷ്യനിലും മെഡിറ്ററേനിയൻ സീയിലും ഒക്കെയാണ് ഇതിനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഓഷ്യനിലൊക്കെ മുങ്ങിക്കപ്പലുകളിലേക്ക് വേണ്ടിയുള്ള സെർച്ച് നടക്കുന്നത് നമുക്കറിയാവുന്ന പോലെ മുങ്ങിക്കപ്പലുകളെ സെർച്ച് ചെയ്യുന്നത് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചാണ്. ഹെലികോപ്റ്ററുകളിൽ നിന്ന് സൗണ്ട് ഡിറ്റക്ട് ചെയ്യുന്ന സാധനങ്ങൾ കടലിലേക്ക് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു. കടലിലേക്ക് കേബിളിൽ താഴ്ത്തിയിട്ടിട്ട് ഹെലികോപ്റ്റേഴ്സ് വന്ന് സീയുടെ മുകളിൽ നിൽക്കും. എന്നിട്ട് അതിനകത്തുനിന്ന് ഒരു കേബിൾ താഴോട്ടിടും. ആ കേബിളിൻ്റെ അറ്റത്ത് സൗണ്ട് ഡിറ്റക്ട് ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടാവും. അത് കടലിൽ 2-3 മീറ്റർ താഴത്തേക്ക് മുക്കി വയ്ക്കും. അപ്പം ഏതെങ്കിലും മുങ്ങിക്കപ്പലുകൾ പരിസരത്തുണ്ടെങ്കിൽ അതിനകത്ത് ഈ ഡിറ്റക്റ്റിംഗ് സംവിധാനങ്ങൾ വരും. പിന്നെ ഈ സൗണ്ട് ഡിറ്റക്ട് ചെയ്യും. സൗണ്ട് ഡിറ്റക്ട് ചെയ്ത് ഇതിൻ്റെ പൊസിഷൻ എക്സാക്റ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മുങ്ങിക്കപ്പലുകൾക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങ് ഓടി രക്ഷപ്പെടാനൊന്നും പറ്റില്ല. അപ്പോൾ ആ മുങ്ങിക്കപ്പലുകളെ ഹെലികോപ്റ്ററിലും തന്നെയുള്ള ടോർപിഡോകൾ ഉപയോഗിച്ച്, ദാറ്റ് ഈസ് എയർ ടു സീ ടോർപിഡോകൾ ഉപയോഗിച്ച് ഇറക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അവിടെയുള്ള നേവൽ ഫോഴ്സുകൾ ഉപയോഗിച്ച് ഇറക്കാൻ പറ്റും. മുങ്ങിക്കപ്പൽ ഡിറ്റക്ട് ചെയ്താൽ പിന്നെ അത് രക്ഷപ്പെടാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഡിറ്റക്റ്റിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ മുങ്ങിക്കപ്പലുകളെ ഇറാൻ ഉണ്ടെങ്കിൽ അവയെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി പറയുന്നുണ്ട്. ഇനി ഹോർമുസ് കടലിടുക്കിനെ സംബന്ധിച്ച് ഹോർമുസ് കടലിടുക്കിൽ കറൻ്റിൽ ട്രാഫിക് നടക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അത് അടച്ചിട്ടുണ്ടോയെന്നോ തുറന്നിരിക്കുകയാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷേ ഒരു ആക്രമണം ഭയന്ന് അതിലെ കപ്പലുകൾ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞിരുന്നു അവർ ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത് US-നും ഇസ്രായേലിനും അതുപോലെ നാറ്റോ രാജ്യങ്ങൾക്കുമാണ് അടച്ചിരിക്കുന്നത്. ബാക്കി ഏത് രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ അടക്കമുള്ള ഏത് രാജ്യങ്ങൾക്കും അത് ഉപയോഗിക്കാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആ പ്രസ്താവനയാണ് ഇപ്പോഴും നിലവിലുള്ളത്. അപ്പം ഈ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ ഇന്ത്യ വിസിറ്റ് ചെയ്യുമ്പോഴും അദ്ദേഹം പറയുന്ന കാര്യം ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടില്ല എന്നാണ്. പക്ഷേ ഭയന്നിട്ട് ആരും അതിൽ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഒരു കപ്പലിന് നമ്മൾ ടോർപിഡോ വന്ന് മുക്കിയാൽ അതിൻ്റെ കാര്യം അതിൻ്റെ പടി തീരും. കൊമേഴ്ഷ്യൽ വെസൽസ്, കാരണം അതിൻ്റെ ബോഡി അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ടോർപിഡോസിനൊന്നും പ്രതിരോധിക്കാനുള്ള ശേഷിയിലല്ല അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഭയന്നിട്ട് ആരും ഹോർമുസ് കടലിലേക്ക് ക്രോസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ ദിവസങ്ങളിൽ ഇന്നലെ ആകെ 2 ഓയിൽ ടാങ്കർ അല്ലാത്ത വെസലുകൾ, അതായത് ഗൾഫ് കൺട്രീസിലേക്ക് സാധാരണ നിത്യോപയോഗ സാധനങ്ങളുമായിട്ട് പോകുന്ന 2 വെസലുകൾ മാത്രമാണ് ഇന്നലെ ഹോർമുസ് കടലിലേക്ക് ക്രോസ് ചെയ്തിട്ടുള്ളത്. ഓയിൽ ടാങ്കറുകളൊന്നും ക്രോസ് ചെയ്തില്ല. ഓയിൽ ടാങ്കറെ തൊട്ടാ തീ പിടിക്കുന്നുള്ള ഉറപ്പാണ്. അപ്പം ഇവർ പറയുന്ന അമേരിക്കൻ വെസലുകൾക്കും ഇസ്രായേൽ വെസലുകൾക്കും അതുപോലെ നാറ്റോയുടെ വെസൽ ഇവർക്ക് ആർക്കും അതിൽ പോകേണ്ട ആവശ്യമില്ല. ഓയിൽ കളക്ട് ചെയ്യാൻ അവർക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം അവരാരും അവിടെ നിന്നല്ല ഓയിൽ കളക്ട് ചെയ്യുന്നത്. അവർക്ക് ഓയിൽ കളക്ട് ചെയ്യാൻ സൗദി അറേബ്യയുടെ മറ്റേ സൈഡുണ്ട്. ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങൾക്ക് അവർക്ക് ആർക്കും ഈ ഹോർമുസിലേക്ക് വന്നിട്ട് ഓയിൽ കളക്ട് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ US-നെ സംബന്ധിച്ച് ഓയിൽ ആവശ്യമില്ല, അവർക്കുള്ള ഓയിൽ അവർക്കുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഓയിൽ കളക്ട് ചെയ്യാൻ അവർക്ക് കരയിലൂടെ തന്നെയുള്ള പൈപ്പ് ലൈനിലൂടെ അവർ ഗൾഫ് കൺട്രീസിൽ നിന്ന് ഓയിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കുറേ ഓയിലൊക്കെ അവർ ഡിഗ് ചെയ്യുന്നുണ്ട്. ബട്ട് ദേ ആർ നോട്ട് സെൽഫ് സഫീഷ്യൻറ്റ്. അവർക്കും ഓയിൽ വാങ്ങേണ്ടതുണ്ട്. അതൊരു പൈപ്പ് ലൈൻ വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിഫെക്റ്റിൽ ഹോർമുസ് കടലിടുക്കിൽ അത്തരം യാതൊരു പ്രതിരോധ ആക്ടിവിറ്റികൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ സാഹചര്യം കണക്കിലെടുത്തും ആർക്കും അത്ര വലിയ അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ടും ആരും അതിൽ പോകുന്നില്ല എന്നുള്ളതാണ്. ഇനി അതിനിടയിലൂടെ റഷ്യയ്ക്ക് ഒരു വലിയ ലാഭം കിട്ടിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ അമേരിക്ക പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അമേരിക്കയായിട്ടുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നില്ല എന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു. അത് കുറച്ച് നാളത്തേക്ക് ഇവിടെ ഓയിൽ ഷോർട്ടേജ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് റഷ്യയിൽ നിന്ന് ഇതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, റഷ്യയെ സൂചിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. കാരണം റഷ്യ ഒരു കാരണവശാൽ ഇറാൻ്റെ ഭാഗത്ത് ചേർന്ന് ഒരു യുദ്ധം പരക്കാനുള്ള സാധ്യത ഒഴിവാക്കുക. അപ്പോൾ റഷ്യയെ സൂചിപ്പിച്ച് നിർത്താം. 2, നമ്മളെപ്പോലത്തെ രാജ്യങ്ങൾ ഫ്രണ്ട്ലി നേഷൻസിനെ പിണക്കണ്ട. അവിടെ ഓയിലിന് വില എസ്കലേറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ അവർ പിണങ്ങാതിരിക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് US ഒരു കാര്യം ചെയ്തിട്ടുള്ളത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ റഷ്യൻ ഓയിലിന് വില വളരെ കുറവാണ്. നമുക്ക് ഈ അവസരം മുതലാക്കി ധാരാളം റഷ്യ ഓയിൽ കടത്തിക്കൊണ്ടുവന്ന് ഇവിടെ സ്റ്റോക്ക് ചെയ്യുകയും അത് പ്രോസസ്സ് ചെയ്ത് ഏതെങ്കിലും രാജ്യങ്ങൾക്ക് ഓയിൽ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ വിൽക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചത് വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് എന്ന് കൂടി മനസ്സിലാക്കണം. ഇന്ന് റഷ്യയെ സംബന്ധിച്ച് ഇൻ്റലിജൻസ് ഈ അമേരിക്കൻ കപ്പലുകളുടെ പൊസിഷനുകളൊക്കെ
ഇറാന് പറഞ്ഞു കൊടുക്കുന്നതായി അല്ലെങ്കിൽ ഇറാന് ന്യൂസ് നൽകുന്നതായി വിവരം നൽകുന്നതായി സംശയിക്കപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇന്നലെ പീറ്റർ ഹാക്സത്തിനോട് ഒരു ചോദ്യം പത്രപ്രവർത്തകൻ ചോദിക്കുകയുണ്ടായി. റഷ്യ ഇങ്ങനെ വിവരങ്ങൾ കണ്ടെത്തി കൈമാറുന്നുണ്ടല്ലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ കൈമാറുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, അവർ കൈമാറിക്കോട്ടെ, അവരെ സംബന്ധിച്ച് വിവരങ്ങൾ ഞങ്ങളും കൈമാറിയിട്ടുള്ളതാണ്. ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ ഉക്രൈന് ഇത്തരം റഷ്യൻ സംവിധാനങ്ങളുടെ പൊസിഷൻസ് ലൊക്കേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഞങ്ങളാണ്. അതുകൊണ്ട് ഈ അമേരിക്കൻ സംവിധാനങ്ങളുടെ പൊസിഷൻസ് ഇവർ ലൊക്കേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്താലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പൊസിഷൻ അറിഞ്ഞതുകൊണ്ടും ഇറാനെ കൊണ്ട് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിനകത്തൊരു കോൺഫിഡൻസ് കണ്ടുകൊള്ളാം. അപ്പോൾ ഈ അമേരിക്കയുടെ ഈ ഷിപ്പുകൾ, വിമാനവാഹിനി കപ്പലുകൾ എവിടെയാണ് എന്ന് കണ്ടുപിടിച്ച് കൊടുത്താലും നമുക്കറിയാവുന്നതുപോലെ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ വിമാനവാഹിനി കപ്പലുകൾ ഒരു സ്ഥലത്തങ്ങ് ഉറച്ച് നിൽക്കില്ല. ഇറ്റ് ഈസ് ഫാസ്റ്റ്ലി മൂവിങ്, അത് വളരെ വേഗം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും അതിൻ്റെ നേരെ ഒരു മിസൈൽ അയച്ചു കഴിഞ്ഞാൽ ആ മിസൈൽ അവിടെ ചെല്ലുമ്പോൾ ആ കപ്പൽ അവിടെ ഉണ്ടാവില്ല, അത് അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. ഈ ടോർപ്പിഡോയ്ക്ക് ഇതേ വിഷയമുണ്ട്. ഇത്തരം കപ്പലുകൾക്ക് നേരെ ഒരു ടോർപ്പിഡോ വിക്ഷേപിച്ച് കഴിഞ്ഞാൽ ടോർപ്പിഡോ അവിടെ ചെല്ലുമ്പോഴത്തേക്കും കപ്പൽ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. ഇതിൻ്റെ അടുത്ത പ്രദേശത്തേക്കൊന്നും ഒരു മുങ്ങിക്കപ്പലിന് പോകാൻ പറ്റില്ല, കാരണം അവരത് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഒരു 500-1000 കിലോമീറ്ററിനുള്ളിലൊന്നും ഒരു മുങ്ങിക്കപ്പലില്ല എന്നവർ ഉറപ്പിച്ചിരിക്കും. അപ്പം ഇനി 1000 കിലോമീറ്റർ അപ്പുറത്ത് നിന്നൊരു ടോർപ്പിഡോ വരികയാണെങ്കിൽ ആ ടോർപ്പിഡോ ഇവിടെ വരുമ്പോഴേക്കും കപ്പൽ എവിടെയോ എത്തിയിട്ടുണ്ടാവും. കപ്പൽ കണ്ടമാനം ഒരു 1000 കിലോമീറ്ററോളം പ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കും, വളരെ വേഗത്തിൽ പൊസിഷൻ മാറ്റും. അപ്പോൾ അതുകൊണ്ട് ഇവർ ഇതിൻ്റെ പൊസിഷൻ കണ്ടുപിടിച്ചാലും പ്രത്യേകിച്ച് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നാണ് പീറ്റർ ഹാക്സത്ത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ നിന്നൊരു മീഡിയേഷൻ ശ്രമത്തിനുള്ള സാധ്യത അന്വേഷിച്ചായിരിക്കണം ഒരുപക്ഷെ ഇറാൻ വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാവേണ്ടത്. അതിനിടയിലൂടെ ചൈനയുടെ ഇൻ്റർഫറൻസുകൾ ഒന്നും നമുക്ക് അറിയാനില്ല. ചൈനീസ് ഷിപ്പുകളോട് കടന്നു പോയിക്കൊള്ളാൻ ഇറാൻ പറഞ്ഞുവെങ്കിലും അവിടെ ചൈനീസ് ഷിപ്പുകളൊന്നും അതിൽ പാസ് ചെയ്യുന്നതായിട്ട് വിവരമില്ല. ചൈനയൊന്നും ഈ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുന്ന പ്രസ്താവനകൾ പോലും ഇറക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ലോകത്തെ എല്ലാവരും തന്നെ ഇറാനിൽ കൈയൊടിഞ്ഞു. നമ്മുടെ മുഖ്യമന്ത്രിയും പിന്നെ ഇവിടുത്തെ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവൊക്കെ തന്നെയാണ് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന വൻ ശക്തികളെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ സപ്പോർട്ട് ഇടങ്ങാൻ ഇറാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിലേ ഉള്ളൂ. അതർവൈസ് ഇറാനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല.